മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ച് മായന്നൂർ ലക്ഷ്മി നാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റ്. ആകാശവാണി, തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീരേഖ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് തൃശൂർ നഗരം ഉണർന്നത്. മയക്കുമരുന്നിനടിമപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ അറസ്റ്റിൽ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരക്കാരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും സമൂഹം ഈ വിപത്തിനെതിരെ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നു. പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മായന്നൂർ ലക്ഷ്മി നാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റ് SF047ന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. കൂടാതെ മായന്നൂർ, ചിറങ്ങര സെന്റർ, തിരുവല്ലോമല ബസ് സ്റ്റാൻഡ്, ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് എന്നീ കേന്ദ്രങ്ങളിലും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചിരുന്നു. ഫ്ലാഷ് മോബിന് NSS പ്രോഗ്രാം ഓഫീസർ PS സജിന, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് അധ്യാപിക ആതിര സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് സമൂഹത്തിനാകെ വിപത്താകുന്ന മയക്കുമരുന്ന്, കഞ്ചാവ്, മദ്യം തുടങ്ങിയവ മൂലമുള്ള ദുരന്തം ഫ്ലാഷ് മോബിലൂടെ സന്നദ്ധ പ്രവർത്തകർ പൊതുസമൂഹത്തിന് ബോധവൽക്കരണമേകി. CCV ന്യൂസ്, പഴയന്നൂർ.